ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത അത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോടതി അതിനൊരു കൃത്യമായ ഹിന്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കില്ല. ഒരു കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു സൈനിങ്ങിലേക്കും പോകില്ല എന്ന് ഉറപ്പ് നൽകണം. അതാണ് കെജ്രിവാളിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ്. കെജ്രിവാളിന് ഇപ്പോൾ ആവശ്യം എന്താണ്? ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടിയന്തരമായി അതിൻ്റെ ഒരു ലീഡർഷിപ്പ് വഹിക്കാനായി കെജ്രിവാൾ ഒരു ഫിസിക്കൽ പ്രസൻസ് അത്യാവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി ഒരു ചരട് പൊട്ടിയ വട്ടം പോലെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് മിസ്സിംഗ് ആണ്. ആ ഒരു സെൻട്രൽ പോയിന്റായി കെജ്രിവാളിന് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തണം. അതാണ് അർജന്റ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇമ്മീഡിയറ്റ് നീഡ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ കെജ്രിവാളിനെ സംബന്ധിച്ചോളം സെക്കൻഡറി ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കുറേ ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. അപ്പോൾ ആ ഫയലുകളിൽ ഒപ്പിട്ടിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പ്രശ്നമുണ്ടാക്കാൻ വരരുത്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും പല പദ്ധതികളുടെയും നീക്കുപോക്ക് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ കെജ്രിവാൾ വന്നതിന് ശേഷം ഈ ഭരണനിർവഹണം പാടില്ല എന്ന് സുപ്രീം കോടതി വെച്ചതുകൊണ്ട് അതിനെ ആയുധമാക്കിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ തിരിച്ചിങ്ങോട്ട് പണി തരരുത് എന്ന ഒരു ആവശ്യം കൂടി അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗ്വി പറഞ്ഞ ഒരു കാര്യം അവർ ശരിവെച്ചു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ജാമ്യം ലഭിക്കുന്നതിലേക്ക് അത് വഴി തുറക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കെജ്രിവാൾ സമൂഹത്തിന് ഭീഷണിയായ അങ്ങനെ ഒരു ഒഫൻസ് ചെയ്ത ഒരാളായി ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കേസ് കൂടാതെ ഒരു സ്ഥിരം കുറ്റവാളിയായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ഭീഷണിയായി നിന്നിട്ടുള്ള ഒരാളല്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അതൊരു വാലിഡ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇഡിയോട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു തീർപ്പാകേണ്ടതുണ്ട്. പിന്നെ ഈ റോസ് അവന്യൂ കോടതി മെയ് 20 വരെ കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെജ്രിവാളിൻ്റെ കാര്യം കുറച്ച് പരിങ്ങലിലാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത ഒരു കെജ്രിവാൾ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ മറുഭാഗത്ത് എന്തായാലും BJP കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഗവർണർ ഒരു ടൂളാണ്. അവിടെ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഒരു ടൂളാക്കി ഉപയോഗിക്കുന്നത് അത് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഒരു തിരിച്ചടിയാണ്. ആ തിരിച്ചടിയെ കവറപ്പ് ചെയ്യാനായി അങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ശരത് റെഡ്ഡിയുടെ കയ്യിലുള്ള ഫയലുകൾ ഇനി അതിന്മേലാണ് കേസ് കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള വ്യവസായിയാണ്. അയാളെ കഴിഞ്ഞ 2023 നവംബറിലാണ് ശരത് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ശരത് റെഡ്ഡിയുടെ കയ്യിലുള്ള ഫയലുകൾ അതിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നുള്ള പോയിന്റിലാണ് ED പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വ്യാഴാഴ്ച ചിലപ്പോൾ വിധി മറിച്ചാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഇതിൽ ഒരു 70-30 ആണ് ഞാൻ കാണുന്ന ചാൻസ്. 70% ജാമ്യം കിട്ടാനായിട്ടുള്ള ഒരു സൂചന ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാദം പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.